മാം ക്ലാസിക്കൽ ഡാൻസിന് ചേർന്നിട്ടുണ്ടെന്ന് അവര് പിന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ. Good morning, Miss. Good morning. പ്രയർ ആരെങ്കിലും പഠിക്കും? Thank you for the world so sweet. Thank you for the food we eat. Thank you for the birds that sing. Thank you, God, for everything. Thank you, ma'am. Okay. Thought പറയാമോ ആരെങ്കിലും? Thought of the day. Good morning, ma'am. Thought of the day. Education is not the filling of a pail, but the lighting of a fire. Quote by William Butler Yeats. Thank you, ma'am. സൈനിങ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഒരവസരം അല്ലേ? ഒരു പാട്ടാണ്. എന്നും എൻ്റെ ഓർമ്മകളിൽ ഓടിവരും നമ്പരമനുരാഗസുന്ദരം അതിരൂപഗോപുരം നിൻ ജീവിതാമൃതം ഈ കലാലയം കൗമാരലോകവീചിയിൽ ഞാൻ കടന്ന നേരം കൈകൊട്ടിയരികിൽ വന്നു നിന്ന കേളീഭവനം ഈ കലാലയം എന്റെ ജീവിതാമൃതം ഈ കലാലയം എന്റെ ജീവിതാമൃതം എന്നും എന്റെ ഓർമ്മകളിൽ ഓടിവരും നമ്പരമനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. ഓക്കെ, വെൽക്കം മാം. ഓക്കെ. Good morning to all. Good morning, ma'am. Good morning. മറ്റേ വൈവയുടെ ഇൻഫർമേഷൻ തന്നിരുന്നില്ലേ? രാവിലത്തെ മാറ്റി ഉച്ചയ്ക്ക് ആക്കിയത്. സിനു ആണോ? സിനുവിനുണ്ടായിരുന്നോ? ഞാൻ അവിടെ നേരിട്ട് വന്ന് അറ്റൻഡ് ചെയ്തതാ. ഓക്കെ ഓക്കെ ശരി. നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്, ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയാണ് അല്ലെ. അപ്പൊ എല്ലാ കാര്യങ്ങളുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു അല്ലെ. അതില് ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ യൂണിറ്റ് 4 ഉണ്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ശ്രദ്ധിക്കാട്ടോ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ നമ്മള് 2 തിയറീസ് പറയുന്നുണ്ട് അല്ലെ. ഒന്ന് പിയാഷെയുടെ തിയറി ഉണ്ട്, ഒന്ന് ജെറോമസ് ബ്രൂണറുടെ തിയറി ഉണ്ട്. രണ്ടിലും ഓരോ തിയറിയിൽ സ്റ്റേജ് വരുന്നുണ്ട്. അപ്പൊ നമ്മള് ബ്രൂണറിന്റെ തിയറി ആണെങ്കിൽ നമ്മള് 3 സ്റ്റേജസ് ആണ് അത് പഠിച്ചത് അല്ലെ. ബ്രൂണറിന്റെ തിയറിയിൽ ജെറോമസ് ബ്രൂണർ, ചിലപ്പോ ബ്രൂണറിന് മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. ബ്രൂണറിന്റെ തിയറിയില് നമ്മൾ 3 സ്റ്റേജ് പഠിച്ചത് ഏതാണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലെ 3 സ്റ്റേജസ്. Enactive stage, symbolic stage, iconic stage. ഓക്കെ, അതിന്റെ ഓർഡർ തെറ്റാതെ പഠിക്കണം കേട്ടോ. എനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക്, അങ്ങനെ തന്നെയാണ് അത് പഠിക്കേണ്ടത്. ഓക്കെ, യെസ്. അത് ആരുടെയാണ് ഈ തിയറി? Brunner. യെസ്. ഇനി നമ്മൾ വേറെ ഒന്നും പഠിച്ചു, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ തിയറി പഠിച്ചു അല്ലെ. കോഗ്നിറ്റീവ് ഇന്റലക്ച്വൽ തിയറി നമ്മൾ പഠിച്ചിരുന്നു. അതാരുടെ ആയിരുന്നു? അതിൽ എത്ര സ്റ്റേജ് നമ്മൾ പഠിച്ചു? 4 സ്റ്റേജ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണെന്ന് പറയാമോ? സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. യെസ്, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. 4 സ്റ്റേജ് ഉണ്ട് അല്ലെ. പിയാഷെയുടെ തിയറിയിൽ 4 സ്റ്റേജ് ഉണ്ട്, ബ്രൂണറുടെ തിയറിയിൽ 3 സ്റ്റേജ് ആണ്. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാരണവശാലും നിങ്ങൾക്ക് മാറിപ്പോകരുത് കേട്ടോ. പിയാഷെയും ബ്രൂണറും മാറിപ്പോകരുത്. ഇനി നമ്മൾ ആ 4 സ്റ്റേജ് പഠിച്ചപ്പോൾ 4 സ്റ്റേജിൽ ഓരോ ഇയേഴ്സ് പഠിച്ചു. 0 to 1, 2 to 7, 7 to 11 എന്നൊക്കെ പഠിച്ചില്ലേ? 11 to 11 ആണ് ഇപ്പോ പഠിച്ചിട്ടില്ലേ? ഓക്കെ, അത് പറയാനുള്ളതൊന്നല്ല. ഈ 2 തിയറികളും നല്ല പച്ചവെള്ളം പോലെ അങ്ങോട്ട് പഠിച്ചു തരണം കേട്ടോ.
അപ്പൊ ഓരോ സ്റ്റേജിലും എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ സ്റ്റേജിലും കുട്ടികൾ ഏൺ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റഡീനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണോ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണോ ടീച്ചർ പറഞ്ഞിരുന്നത്? അനിമിസം എന്നൊരു കോൺസെപ്റ്റ് അത് സ്റ്റഡി കുട്ടികൾ പഠിക്കുന്നത്. അനിമിസം പ്രീ ഓപ്പറേഷണൽ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണോ അനിമിസം? യെസ്, വെരി ഗുഡ്. പ്രീ ഓപ്പറേഷൻ സ്റ്റേജില് അനിമിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനില്ലാത്ത വസ്തുക്കളെ ജീവനുള്ള വസ്തുക്കളായിട്ട് കാണുന്ന ആ ഒരു പഠനമാണ് കുട്ടികളുടെ. ആ ഒരു സമയത്താണ് കുട്ടികൾ അതിനെ കുറിച്ച് പഠിച്ചു വരുന്നത്. ഇപ്പൊ പാവകളോടൊക്കെ വർത്താനം പറയുന്നത്, അല്ലെങ്കിൽ പാവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, പോകുന്ന സ്ഥലങ്ങളിലേക്ക് അത് കൊണ്ടുപോകുന്ന ഒരു ജീവനുള്ള വസ്തുവായിട്ടാണ് കുഞ്ഞതിനെ കാണുന്നത്. അത് എന്ത് കോൺസെപ്റ്റ് ആണ്? അനിമിസം. കേട്ടോ? അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണേ. അനിമിസം എന്നൊരു കോൺസെപ്റ്റ് അവിടെ നോട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ നിങ്ങള് മറന്നുപോയോ? ഇല്ല മാം, ഇല്ല. പിന്നെ ഓരോ സ്റ്റേജിലും ലാംഗ്വേജ് ഡെവലപ്മെന്റ് നടക്കുന്ന സ്റ്റേജ് ഏതാണ്? ഒബ്ജക്റ്റ് പെർമനൻസ് നടക്കുന്ന സ്റ്റേജ് ഏതാണ്? സീരിയേഷൻ ആൻഡ് കൺസർവേഷൻ നടക്കുന്ന സ്റ്റേജ് ഏതാണ്? കൺസർവേഷൻ ഓഫ് നമ്പേഴ്സ്, വോളിയം, മാസ് ഇതൊക്കെ പഠിച്ചത്. ഇതെല്ലാം ഏത് സ്റ്റേജിൽ നടക്കുന്നു എന്ന് വ്യക്തമായിട്ട് പഠിക്കാം. ഒരു നോട്ട് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവും അല്ലേ? ഉണ്ടാവുമല്ലോ. യെസ്, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണേ. കാരണം ഓരോ സ്റ്റേജ് നിങ്ങൾക്ക് മാറിപ്പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ തോന്നും. കാരണം എന്താ, നിങ്ങൾക്ക് അറിയാമോ സൈക്കോളജി ക്വസ്റ്റ്യൻസ് ഇച്ചിരി അങ്ങനെ ചോദിക്കുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കുള്ളൂ ആവണമെങ്കിൽ നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യൻ പഠിക്കണം, അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ 2 തിയറീസും മസ്റ്റ് ആയിട്ട് പഠിച്ചു. ഓക്കെ ഓക്കെ അല്ലേ? യെസ്. എന്താണ് ഒരു റിപ്ലൈ വരൂ? ഓക്കെ മാം. ഓക്കെ, ശരി. പിന്നെ എന്താണ് നമ്മുടെ അതിഭയാനകമായിട്ടുള്ള സബ്ജക്ട് ടോപ്പിക് ഡിഫൻസ് മെക്കാനിസം അല്ലേ? കുഴപ്പമില്ലല്ലോ, എളുപ്പമാണല്ലോ ഇത്. അപ്പൊ കുഴപ്പമില്ല ഉണ്ടല്ലോ, ഉണ്ടാതിരിക്കുന്ന നോക്കിയാ പറയണം. ക്ലാസ്സിൽ നിന്നുള്ള ഫ്രീയിലേക്ക് പോയത് നിങ്ങളുടെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ക്ലാസ്സിൽ കയറിയത്? ഞങ്ങള് പരീക്ഷയുടെ ടെൻഷനില്ല. പരീക്ഷയുടെ ടെൻഷൻ. അപ്പൊ പിന്നെ എന്തിനാ എന്നെ കൂടെ ഇന്ന് റിവിഷൻ ക്ലാസ് വെച്ചത്? അപ്പൊ ഈ ടെൻഷൻ അടിച്ചിട്ട് ഒന്നും മനസ്സിലാക്കാൻ പറ്റൂല കേട്ടോ, ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. യെസ്, നമ്മളിപ്പോ പറയാൻ പോകുന്നത് ഡിഫൻസ് മെക്കാനിസം ആണ്. അതിനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള 8 മെക്കാനിസം ഞാനൊന്ന് പറഞ്ഞുതരാം. ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. ഓക്കെ, യെസ്. ഇപ്പൊ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അല്ലെ? ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഫാദർ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ചിലപ്പോ ഇത് ചോദിക്കാൻ പോലും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു ചോദ്യം ചിലപ്പോ നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട, ചിലപ്പോ ചോദിക്കില്ല. ഇത് ചോദിച്ച് മടുത്തൊരു ചോദ്യമാണ്. ഇൻ കേസ് വന്നാൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടും അല്ലെ? ഓക്കെ, പിന്നെ എന്താണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്? ഇതിന് നമ്മൾ 3-4 പേരിലൊക്കെ അറിയാൻ പറ്റും. ഒന്ന് അഡ്ജസ്റ്റ് മെക്കാനിസം എന്ന് പറയാറുണ്ട്, മെന്റൽ മെക്കാനിസം എന്ന് പറയാറുണ്ട്, ഡിഫൻസ് മെക്കാനിസം എന്ന് പറയാറുണ്ട് അല്ലെ? 3 പേരുകളാണ് മാക്സിമം ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊരു സൈക്കോളജിക്കൽ സ്ട്രാറ്റജിയാണ് അല്ലെ? സൈക്കോളജിക്കൽ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അതായത് മനുഷ്യൻ പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മള് സങ്കടത്തിന് വേണ്ടിയാണോ ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നത്? നമുക്ക് സങ്കടമായിട്ട് ഇരിക്കാൻ വേണ്ടിയാണോ ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നത്? വിഷമിച്ചിരിക്കാൻ വേണ്ടിയാണോ? നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ മനസ്സിന്റെ ഒരു ഡിഫൻഡ് ആണ്, പ്രതിരോധ തന്ത്രമാണ് ഡിഫൻസ് മെക്കാനിസം. അത് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, അതായത് നമുക്ക് സ്ട്രെസ്, ആൻസൈറ്റി അല്ലെങ്കിൽ മറ്റു വിഘട്ടങ്ങളെ, പ്രോബ്ലംസ് ഇതിനെല്ലാം തന്നെ നമുക്ക് കളയണം അല്ലെ? മനസ്സിൽ നമ്മൾ ഒരിക്കലും ആരും സങ്കടത്തെ ഇഷ്ടപ്പെടുന്നവരല്ല അല്ലെ? എപ്പോഴും വിഷമിച്ചിരിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ആ ഒരു വിഷമ സിറ്റുവേഷൻസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്ന് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗിൽ നിന്ന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ്സിലേക്ക് കടക്കാനുള്ള മനസ്സിന്റെ ആ ഒരു പ്രവർത്തനമാണ്, ആ ഒരു പ്രോസസ് ആണ് എന്താ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചിലപ്പോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. നമ്മള് 12 ഡിഫൻസ് മെക്കാനിസം ഒത്തിരി പഠിച്ചു അല്ലെ?
ഇപ്പൊ ഡിഫൻസ് മെക്കാനിസത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അങ്ങനെ ഒരു ചോദ്യം വരാം അല്ലെ. അതായത് ചിലപ്പോ ഉൾപ്പെടാത്തെന്ന് പറയുമ്പോൾ ബാക്കി 4-3 കൊടുത്തിട്ടുണ്ടാവും. റിപ്രഷൻ, സപ്ലിമേഷൻ ഉണ്ടാവും, പിന്നെ എന്താണ് കോമ്പൻസേഷൻ ഉണ്ടാവും. അപ്പൊ അതില് പിന്നെ വേറെ ഏതെങ്കിലും ആയിരിക്കും കൊടുത്തിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ ഏതൊക്കെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന്, ഏതൊക്കെ മെത്തേഡ് ആണെന്ന്? ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചോളൂ കേട്ടോ. അപ്പൊ അതായത് ഡിഫൻസ് മെക്കാനിസത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകാം. ഓക്കെ, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മള് സ്വബോധത്തോടെയാണോ അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ ചെയ്യുന്ന കാര്യമാണോ? ബോധത്തോടെ ചെയ്യുന്നത്, ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് ഡിഫൻസ് മെക്കാനിസം. അതായത് ബോധമുള്ളപ്പോഴാണ് നമ്മൾ സാഡ് ഫീലിംഗിലാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ആ ഫീലിംഗിൽ നിന്ന് നമുക്ക് സ്വബോധത്തോടു കൂടി തന്നെ നമ്മൾ മറ്റു ഹാപ്പിനെസ്സിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രതിരോധ തന്ത്രമാണ് ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, അതായത് നമുക്ക് സന്തോഷം, ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഓരോന്നായിട്ടൊന്ന് പറഞ്ഞു നോക്കാം. യെസ്, ആദ്യം റിപ്രഷനും റിഗ്രഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് പഠിക്കാം. റിപ്രഷൻ ആൻഡ് റിഗ്രഷൻ. എന്താണ് റിപ്രഷൻ? റിപ്രസ് ചെയ്യുക, റിപ്രസ്. നമ്മൾ പഠിച്ചത് ദമനം അല്ലേ? നമ്മുടെ ആഗ്രഹം അടിച്ചമർത്തൽ അഥവാ ദമനം നമ്മൾ ആൾക്ക് പറയും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. റിപ്രസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു വളരെ എക്സാമ്പിളിലൂടെ നമുക്ക് പോവാണ് കേട്ടോ. ഒരു ആക്സിഡന്റ് കണ്ടു നിങ്ങൾ. ആക്സിഡന്റ് കണ്ടതിന് ശേഷം നമ്മൾ ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിരിക്കും അതിന് മരിച്ചു പോകാൻ. അല്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും കഠിനമായ എന്തെങ്കിലും സംഭവിച്ചു. ഓക്കെ, ആ വിഷമം നമുക്ക് എപ്പോഴും നമ്മുടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ അത് ഒരിക്കലും പോകില്ല. പക്ഷെ ആ വിഷമം മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബോധപൂർവ്വം ആ കാര്യം മറക്കുകയാണ്. നമ്മള് ആക്സിഡന്റ് സംഭവിച്ചതിനെ കുറിച്ച് നമ്മൾ ബോധപൂർവ്വം, നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെ എന്താണ്, ഇല്ല അതിലേക്ക് ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞ മനസ്സിനെ മറ്റൊരിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയാണ്. ഓക്കെ, അതായത് നമ്മുടെ ആ വിഷമം നമ്മൾ ഉള്ളിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു? അടിച്ചമർത്തുന്നു. അതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല കേട്ടോ. ഉറപ്പാണ്, മനസ്സിൽ നിന്ന് പോയില്ല. ഓക്കെ, അത് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് തിരിച്ചു വരും. അപ്പൊ തിരിച്ചു വരാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരു ഡിഫൻസ് ആണ് എന്ത്? റിഗ്രഷൻ എന്ന് പറയുന്നത്. സോറി, റിപ്രഷൻ അഥവാ അടിച്ചമർത്തൽ എന്ന് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾ അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പൊ ഒരു ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് നിങ്ങൾ ആ സമയത്ത് നിന്ന് വിട്ടുമാറാൻ വേണ്ടി നിങ്ങൾ ഏത് ഡിഫൻസ് മെക്കാനിസം ആണ് സ്വീകരിച്ചത്? ഓക്കെ, യെസ്, മനസ്സിലായോ? കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ടാണ് സ്പീഡി പറഞ്ഞു പോകുന്നത്. ഓക്കെ മാം. ഓക്കെ മാം, മനസ്സിലായി. ക്ലിയർ അല്ലേ? ഈ റിഗ്രഷൻ എന്താണ്? റിഗ്രഷൻ, റിഗ്രസ് ചെയ്യുക. ടെക്സ്റ്റ് എടുത്ത് കാണിക്കാത്തത് നമ്മൾ ഒരുപാട് ടെക്സ്റ്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. ഓരോന്നും ഓരോ ഫയൽസിലേക്ക് എടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ കയ്യിലുള്ള വെച്ചിട്ടാണ് നോക്കുന്നത്. പറയൂ, റിഗ്രഷൻ എന്താണ്? റിഗ്രഷൻ പ്രോബ്ലം സോൾവ് ആക്കാൻ പറ്റാതെ ഇമ്മച്യൂർ ആയിട്ട് ബിഹേവ് ചെയ്യുക, അത് റിവേർട്ട് ചെയ്യാൻ ചൈൽഡിഷ് ബിഹേവിയർ കൊടുക്കുന്നു. ചൈൽഡിഷ് ബിഹേവിയർ അല്ലെ? ഓക്കെ, അതിന്റെ എക്സാമ്പിൾ അറിയാം. 2 കുട്ടികളുണ്ടാവുന്ന വീട്ടിലാണ് നമ്മൾ ഈ എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്. 2 കുട്ടികളുള്ള ഒരു മൂത്ത കുഞ്ഞുണ്ട്, രണ്ടാമതൊരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അതായത് ആ കുഞ്ഞിനോടാണ് അട്രാക്ഷൻസ് കൂടുന്നതെന്ന് ആ കുഞ്ഞിന് തോന്നുകയാണ്, മൂത്ത ആൾക്ക് തോന്നുകയാണ്. പക്ഷെ ഒരിക്കലും അല്ല. അപ്പൊ അവനെ പോലെ തന്നെ ഇവനും പെരുമാറാനായിട്ട് തുടങ്ങും. മനസ്സിലായോ? അതായത് വലുതാണെങ്കിലും ആ കുഞ്ഞു കാണിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവൻ പണ്ട് കാണിച്ചിരുന്നത് പോലെ ആ ചൈൽഡിഷ് ബിഹേവിയറിലേക്ക്, അതായത് കുഞ്ഞല്ലേ എങ്ങനെയാണോ കാണിക്കുന്നത്, അപ്പൊ അങ്ങനെ കാണിച്ചെങ്കിലും എന്താണ്, അമ്മയ്ക്ക് അച്ഛനെ എന്നെ ഇഷ്ടപ്പെടും അല്ലെങ്കിൽ അംഗീകരിക്കും എന്നൊരു തോന്നൽ ആർക്കുണ്ടാകും? ആ കുഞ്ഞിനുണ്ട്. ഓക്കെ, അതായത് അവന്റെ കുഞ്ഞനുജൻ കാണിക്കുന്നത് പോലെ തന്നെ ചൈൽഡിഷ് ബിഹേവിയർ ആര് കാണിക്കുന്നു? മൂത്ത കുട്ടി കാണിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. റിഗ്രഷൻ നമ്മൾ പശ്ചാത്തഗമനം എന്ന് പറയും. അതായത് നമ്മൾ അംഗീകരിക്കാതെ വരുമ്പോ നമ്മൾ ആദ്യം, അപ്പൊ ആ കുഞ്ഞ് എന്താ ചെയ്തത്? അവൻ കുഞ്ഞായിരുന്നപ്പോ അവന്റെ വിചാരം എന്താണ്? ഇപ്പൊ അനിയനെ കാണിക്കുന്ന പോലെ ആയിരിക്കും എന്നെ ആ സമയത്ത് നോക്കിയിരുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഞാൻ ആവുകയാണെങ്കിൽ എന്താണ്, എന്നെ കുറച്ചും കൂടി അവൻ കെയർ ചെയ്യുന്നൊരു തോന്നൽ വരെയാണ്. ഓക്കെ, യെസ്, അതാണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. റിഗ്രഷനിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല, എങ്കിലും നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി എന്താണ് അടുത്തത്? റാഷണലൈസേഷൻ. ഞാൻ എനിക്ക് കിട്ടുന്ന ഐഡിയാസ് വെച്ച് പറയാൻ കേട്ടോ. റാഷണലൈസേഷൻ എന്താണ്? യുക്തീകരണം. പഠിച്ചിട്ടുണ്ടല്ലോ റാഷണലൈസേഷൻ. നമ്മുടെ മിസ്റ്റേക്സിനെയൊക്കെ എക്സ്ക്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ന്യായീകരിക്കുക. ജസ്റ്റിഫൈങ് എ മിസ്റ്റേക്ക്.
ജസ്റ്റിഫൈങ് മിസ്റ്റേക്ക് അല്ലെ, അതായത് പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ എന്താണ് അതിന് ന്യായീകരണം കൊടുക്കും അല്ലെ. നിങ്ങളിപ്പോ എക്സാം എഴുതി, നിങ്ങൾ എക്സാം എഴുതി നിങ്ങൾക്ക് പാടാണെങ്കിൽ അപ്പൊ പറയും അതിനനുസരിച്ച് കുഴപ്പമാണ് മിസ്റ്റർ, ഇത്ര ടഫായിട്ട് പരീക്ഷ ഇട്ടുകൊണ്ടാണ് എനിക്ക് എഴുതാൻ പറ്റാണ്ടത്, അങ്ങനെയല്ലേ നിങ്ങൾ പറയുള്ളൂ അല്ലെ? അങ്ങനെ നിങ്ങൾ പറയും പരീക്ഷ എഴുതുമ്പോ. അത് പറയില്ല മിസ്. എല്ലാവർക്കും എനിക്ക് 90 മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് 60 മാർക്കുള്ളൂ, ഞാൻ പറയും എല്ലാവർക്കും 42 ഉള്ളൂ. അതൊരു ന്യായീകരണമല്ലേ? അത് ന്യായീകരണമാണോ? തീർച്ചയായും ന്യായീകരണമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കാഞ്ഞിട്ടെല്ലാം നിങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല അല്ലെ. ഞാൻ ഇന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പാടായിരുന്നു, നിങ്ങൾ ടീച്ചർ മര്യാദക്ക് പഠിപ്പിച്ചില്ല, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് നിങ്ങൾ തോറ്റതെന്ന് നിങ്ങൾ പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്നെ ഒട്ടും വിശ്വസിക്കാൻ കേട്ടാ ഞാൻ വളരെ പാടായിട്ട് പരീക്ഷ ചെയ്തോളൂ കേട്ടാ. അതെ, പിന്നെ എളുപ്പമായിട്ട് തോന്നി വിചാരിച്ച സൈക്കോളജി മിസ് തന്നെയാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. പിന്നെ ആരാണ് പഠിപ്പിക്കുന്ന ടീച്ചർ അല്ലാതെ? അപ്പൊ ഞങ്ങളെ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ഇട്ടാ മതി. അങ്ങനെ നിങ്ങൾ ആ ഒരു ദാക്ഷിണ്യോ അല്ലെങ്കിൽ ആ ഒരു ദയവോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇച്ചിരി വിഷമിപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഓൾറെഡി മോണ്ടിസോറി ടീച്ചേഴ്സ് ആയി കഴിഞ്ഞു, ഇപ്പൊ എഴുതുന്ന അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? റാഷണലൈസേഷൻ ഒക്കെ യുക്തീകരിക്കുക അല്ലെ. യുക്തീകരണം, പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്നതാണ് എന്താ? യുക്തീകരണം. ഓക്കെ, പ്രൊജക്ഷൻ. പ്രക്ഷേപണം എന്ന് പറയുമ്പോ എന്താണ് അറിയാലോ? നമ്മുടെ മിസ്റ്റേക്ക് മറ്റൊരാളിൽ നമ്മൾ അടിച്ചേൽപ്പിക്കുക. ഓക്കെ, ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരും. ചിലപ്പോ വീണ എന്നൊരു കുട്ടി മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രോഗ്രാംസിന് ഏതൊരു കോമ്പറ്റീഷന് പങ്കെടുത്ത സമയത്ത് വീണ ആ പെർഫോമൻസ് നന്നായിട്ട് കാണിച്ചില്ല. വീണ എന്തായിരിക്കും പറയുന്നത്? മ്യൂസിക് ടീച്ചർ വളരെ മോശമായിട്ടാണ് എന്നെ പഠിപ്പിച്ചത്, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചിരുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ആയിട്ട് കണക്ഷൻ തോന്നുന്നു? റാഷണലൈസേഷൻ ആയിട്ട് പ്രൊജക്ഷൻ കണക്ഷൻ ഉണ്ടോ? ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോ ഇനി നിങ്ങൾക്ക് മാറിപ്പോകും അല്ലെ. ക്വസ്റ്റ്യൻ വരുമ്പോ നിങ്ങൾക്ക് മാറും. ഞങ്ങൾ എന്ത് ചെയ്യും? എന്ന് ഞങ്ങളെ ചതിക്കുന്നത് സത്യം. ഓൾ ഓഫ് ദി എബോവ് ഒരു നൺ ഓഫ് ദി എബോവും. ഓൾ ഓഫ് ദി എബോവ് ആന്ന് ഓർക്കുമ്പോ ഉണ്ടല്ലോ മിസ്സേ, ആ ഓൾ ഓഫ് ദി എബോവ് ആയിരിക്കും കുറച്ച് കുത്തും, പക്ഷെ അതല്ലായിരിക്കും ആൻസർ. ഈ തവണ അങ്ങനെ പറ്റിയിട്ടുണ്ട്, ഈ തവണ അങ്ങനെ പറ്റി. മാം ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇടുമ്പോ ഈ 2 എണ്ണം കൂടിയിട്ട് ഓപ്ഷനിൽ ഇടാതിരുന്നാ മതി. ബുദ്ധി പറഞ്ഞു കൊടുക്കല്ലേ മിസ്, അങ്ങനെ ചെയ്യും. പ്രൊജക്ഷനും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. എല്ലാം മനസ്സിന്റെ തന്നെ പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവുമല്ലോ, കേട്ടോ. ഓക്കെ, അപ്പൊ മിക്ക തിയറീസിലും പറയുന്നുണ്ട് പ്രൊജക്ഷനും റാഷണലൈസേഷനും തമ്മിൽ ഒരു കണക്ഷൻ വരുന്നുണ്ട്. പക്ഷെ എന്താണ്, സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഈ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ സിറ്റുവേഷൻ വേറെ രീതിയിലാവാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? എക്സാമ്പിൾസ് തന്നിട്ടല്ലേ, സിറ്റുവേഷൻസ് തന്നിട്ട് മാത്രം അതേത് മെക്കാനിസം ആണ് ചോദിക്കുള്ളൂ. ഓക്കെ, അടുത്തത് എന്താണ്? ഐഡന്റിഫിക്കേഷൻ അഥവാ താദാത്മീകരണം. ഐഡന്റിഫിക്കേഷൻ എന്താണ്? മറ്റൊരാളുടെ സന്തോഷത്തെ നമുക്ക് സന്തോഷിക്കാൻ അല്ലേ? ആണോ? അതെ മാം. അതായത് അയാളുടെ സന്തോഷത്തിലൂടെ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്താൻ. ഇപ്പൊ നമ്മൾ സ്പോർട്സ് താരങ്ങളെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ സച്ചിൻ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ആൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല, പക്ഷെ സച്ചിനെയാണ് ഇഷ്ടം. സച്ചിനിലൂടെ സച്ചിൻ ഇപ്പൊ മാച്ച് കളിക്കുന്ന സമയത്ത് സച്ചിൻ വിന്നാണെന്നുണ്ടെങ്കിൽ സെഞ്ചുറി അടിക്കുന്ന ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. അപ്പൊ അയാളിലൂടെ ആരാണ് സന്തോഷിക്കുന്നത്? സച്ചിനിലൂടെ ആ വ്യക്തിയാണ് അല്ലെ. ആ വ്യക്തിക്ക് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റൊരാൾ നേടിയെടുക്കും. മറ്റൊരാളിലൂടെയാണ് അയാളുടെ വികാരങ്ങൾ നേടിയെടുക്കുന്നത്. സച്ചിൻ വിന്നറാവുന്നതനുസരിച്ച് ഇയാൾ നമ്മള് ക്രിക്കറ്റ് പ്രേമികളൊക്കെ കണ്ടിട്ടില്ലേ, അവർക്ക് ഈ ഒരു ഐഡന്റിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് മെക്കാനിസം ആണ് അവർക്കുള്ളത്. അതായത് ഇന്ത്യയുടെ ഒപ്പനെ പ്രമോട്ട് ചെയ്യുന്ന ആരാധകരൊക്കെ കിട്ടില്ലേ, അത് സച്ചിൻ, ധോണി അല്ലെങ്കിൽ നമ്മുടെ സഞ്ജു സാംസൺ, പിന്നെ അതാണ് വിരാട് കോഹ്ലി, ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്താണ്, അവർക്കൊരു ക്രിക്കറ്റ് താരം ആവാനായിട്ട് പറ്റിയില്ല. അപ്പോ അവരിലൂടെ ഇവര് സന്തോഷം കണ്ടെത്താം. ഓക്കെ, മനസ്സിലായോ? സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്താണ്? ഉദാത്തീകരണം. സബ്ലിമേഷൻ നമുക്ക് നടക്കാതെ പോയ എന്തെങ്കിലും ആഗ്രഹം ഒരു സോഷ്യൽ ഡിസയറിലൂടെ ചെയ്യുന്നതല്ലേ മാം. കുട്ടികളില്ലാത്തവര്
സോഷ്യലി ഡിസ്റ്റർബിൾ ആയിട്ടുള്ള ചാനലിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കാൻ അല്ലെ. അതായത് നമ്മൾ അന്ന് പറഞ്ഞത് കുട്ടികളില്ലാത്തവരുടെ കാര്യമാണ് എക്സാമ്പിൾ പറഞ്ഞ അല്ലെ. അവർക്ക് കുട്ടികളില്ല, പക്ഷെ അവരെന്താണ് ഓർഫനേജിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊടുത്ത് അവർ സന്തോഷം കണ്ടെത്തുകയാണ്. ഓക്കെ, അതായത് സോഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇഴകി ചേർന്നുകൊണ്ട് ആ സിറ്റുവേഷൻസിനെ പ്രതിരോധിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സപ്ലിമേഷന്റെ മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് പിയർ എടുത്ത് ആദ്യം കണ്ടൊരു ക്ലാസ്സിൽ കണ്ടതാണ്. നമുക്കിപ്പോ ഒരാളോട് ദേഷ്യം തോന്നുകയാണെങ്കിൽ, ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കാണിക്കാൻ പറ്റില്ല ആ ദേഷ്യം അല്ലെ. ഇപ്പൊ നിങ്ങളൊരു ബോക്സിംഗ് ചാമ്പ്യനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ബോക്സിംഗ് ചാമ്പ്യൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കാം. നിങ്ങൾക്ക് ഒരാളോട് ദേഷ്യം തോന്നണം, അയാളോട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വീട്ടിൽ പോയി എന്ത് ചെയ്യും? ആ ബോക്സ് ചെയ്യുന്ന സാധനത്തിലോട് മാക്സിമം ഇട്ടിട്ട് അയാളുള്ള ദേഷ്യം എന്ത് ചെയ്യും? അവിടെ തീർക്കും നമ്മൾ. ഓക്കെ, യെസ്, അങ്ങനെ ചെയ്യുന്നതും ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു ക്ലാസ്സിൽ കണ്ടതാണ് കേട്ടോ. പക്ഷെ ഇത് എത്രത്തോളം മാച്ച് ആവണമെന്ന് തോന്നില്ല, എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അതിപ്പോ മറ്റ് ഡിഫൻസ് മെക്കാനിസമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. റാഷണലൈസേഷൻ അല്ലെങ്കിൽ റിഗ്രഷൻ ആയിട്ട് ഡിപ്രഷൻ ആയിട്ടൊക്കെ കണക്ട് ചെയ്യാം. ഫീലിംഗ് അടിച്ചമർത്തയല്ലേ അവിടെ, ഫീലിംഗ് അടിച്ചമർത്തയാണ്. അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേത് തന്നെ പഠിച്ചിട്ടുണ്ട്, ഓർഫനേജസിലേക്ക് കുട്ടികളില്ലാത്ത ആൾക്കാര് അവർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് അതിന്റെ ഡിഫൻസ് മെക്കാനിസം നമ്മൾ പറഞ്ഞത്. അതായ എക്സാമ്പിൾ തന്നെയാണ് കുറച്ചുകൂടി നല്ലത് അല്ലെ. അതാണ് നിങ്ങൾക്ക് മനസ്സിലായതും അല്ലെ. മറ്റേ ഗെയിംസിന്റെ വിട്ടേര്. നെക്സ്റ്റ് കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ എന്താണ്? അനുകൂലനം അല്ലെ, നഷ്ടപരിഹാരം. എന്താണ് കോമ്പൻസേറ്റ് ചെയ്യാന്ന് പറയുന്നത്? നമുക്കൊരു കഴിവില്ലെങ്കിലും മറ്റൊരു കഴിവ് നമുക്കുണ്ടാവും, അതിനാണ് നമ്മൾ ആർട്ടില് നമ്മൾ വളരെ ഇന്റലിജന്റ് ആയിരിക്കും അല്ലെ. അക്കാദമിക്കിലുള്ള കാര്യങ്ങളിൽ വീക്കാണ്, പക്ഷെ സ്പോർട്സോ മറ്റെന്തെങ്കിലും ആർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് എക്സലന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നത്. അതാണ് കോമ്പൻസേഷൻ. ഒരു സ്ഥലത്ത് നമ്മൾ പരാജയപ്പെടുമ്പോൾ മറ്റൊരു സ്ഥലത്ത് നമുക്ക് എന്താണ് അവിടെ സക്സസ് ആവാനായിട്ട് പറ്റുന്നതാണ് എന്ത് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പേപ്പർ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന ഭാഗത്ത് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയി, പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ടോപ്പിക് അത്ര സുഖമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. ദെൻ അത് നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത പേപ്പറിൽ നിങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് എഴുതും. സൈക്കോളജി എല്ലാം ഫുള്ള് വാങ്ങിക്കും അല്ലെ, 100 വാങ്ങിക്കും ചിലപ്പോ. അതാണ് കോമ്പൻസേഷൻ. അങ്ങനെ വേണം പഠിക്കാൻ കേട്ടോ. ഇങ്ങനെയല്ല എല്ലാവർക്കും എല്ലാ വിഷയത്തിനും 6 പേപ്പറിനും ഫുൾ മാർക്ക് ഉണ്ടാവട്ടെ കേട്ടോ. മിസ് ഞങ്ങളുടെ ലെവലൊക്കെ നോക്കി ക്വസ്റ്റ്യൻ ഇട്ടാൽ മതി കേട്ടോ മിസ്. നിങ്ങളുടെ ലെവൽ എനിക്കറിയാൻ പാടില്ല. നിങ്ങളുടെ ലെവല് നിങ്ങളൊക്കെ ഹൈ ലെവലാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലെ മിസ് ഓൾറെഡി ക്വസ്റ്റ്യൻ ഇട്ട് വെച്ചിട്ടുണ്ടാ? കുറച്ച് സമയത്തതാ, ഇതൊന്ന് തീർക്കട്ടെ. അപ്പൊ കോമ്പൻസേഷൻ പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? അഗ്രഷൻ. അഗ്രഷൻ പഠിച്ചിട്ടില്ല നിങ്ങള്? അഗ്രഷൻ നിങ്ങളുടെ ഇല്ലേ? അത് അഗ്രഷൻ മെയിൻ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് 8 എണ്ണമാണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ റിഗ്രഷൻ, റാഷണലൈസേഷൻ, പ്രൊജക്ഷൻ, ഐഡന്റിഫിക്കേഷൻ, സപ്ലിമേഷൻ, കോമ്പൻസേഷൻ ആൻഡ് അഗ്രഷൻ. ഇത്രയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ആദ്യം തയ്യാറാക്കിയ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി എന്തൊക്കെ വന്നത്? വിഡ്രോവൽ വന്നു, നെഗറ്റിവിസം വന്നു, സിംപത്തിസം, നിങ്ങൾക്ക് വന്നത്. ഓക്കെ, അതുകൂടി നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 8 മെക്കാനിസങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ പറയാത്ത ഏതാണ്? നെഗറ്റിവിസം പറഞ്ഞു ഇല്ല. നെഗറ്റിവിസം എന്താണ്? ഒരു അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത നിഷേധാത്മകമായിട്ട് പെരുമാറും. എന്താണത്? നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ചുമ്മാ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കും. എല്ലാത്തിനോടും അങ്ങനെ ഒരു എന്താണ് ഒരു ദേഷ്യം, സിറ്റുവേഷൻസ്, അനുസരണക്കേടോ ശാഠ്യം പിടിക്കുകയോ ദേഷ്യപ്പെടുകയോ അങ്ങനെയുള്ള പ്രവണതകളൊക്കെ നെഗറ്റീവ് ഇമോഷൻസ് ഏതൊക്കെയാണ്? നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഏതൊക്കെയാണ്? ദേഷ്യം, വാശി. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്താണ് നമുക്ക് ഏതെങ്കിലും സങ്കടം മെയിൻ ആയിട്ട് നമ്മൾ എന്തെങ്കിലും വിഷമങ്ങൾ വരുന്ന സമയത്താണ്. നമ്മളിപ്പോ വിഷമം വന്നാൽ നമ്മൾ ദേഷ്യം കയറാറില്ലേ? വിഷമം വരുന്ന ദേഷ്യത്തിലായിരിക്കില്ല സംസാരിക്കാറ്. ഓക്കെ,
യെസ്. അപ്പൊ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഡിഫറൻസ് ആണ്, ഡിഫറെന്റ് ചെയ്യാണ്. നമ്മുടെ വിഷമം നമ്മൾ ചിലപ്പോൾ കരയാതെ പിടിച്ചിരിക്കാൻ വേണ്ടി ദേഷ്യം കയറിയിട്ടായിരിക്കും ഒച്ചയെടുത്ത് ബഹളം വെച്ച് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് കയറ്റി നമ്മളത് പ്രകടിപ്പിക്കുന്നത്. ആ പൊട്ടിത്തെറി കഴിയുന്നതോടുകൂടി നമ്മളിൽ നിന്ന് എന്ത് പോകും, ആ ഒരു വികാരം പോകും. അപ്പൊ നമ്മൾ പ്രതിരോധിച്ച് ഘടിപ്പിക്കാൻ നമ്മൾ ഹാപ്പിനെസ്സിലേക്ക് മാറുകയും ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് നെഗറ്റീവിസം. ഒന്നുകൂടി പറയാൻ അഗ്രഷൻ എന്ന് പറഞ്ഞാൽ ആക്രമണമാണ്. അഗ്രഷൻ എന്ന് വെച്ചാൽ നമുക്ക് ദേഷ്യം കയറി കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ ശരീരത്തിൽ ഉപദ്രവിക്കാറുണ്ട്. ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് ദേഷ്യം കയറി കഴിഞ്ഞാൽ പേനയും കൊണ്ട് അടിക്കുക, അല്ലെങ്കിൽ തൂർത്തുകൊണ്ട് വരയ്ക്കുക. ഒന്ന് തോണ്ടിക്കഴിഞ്ഞാൽ അടുത്ത അപ്പൊ തന്നെ തിരിച്ചു പോകും അല്ലെ. അതെന്താണ് ആക്രമണമായുള്ളൊരു ഡിഫൻസ് മെക്കാനിസം ആണ് കേട്ടോ. പഠിക്കാനില്ല, പേടിക്കണ്ട. നെക്സ്റ്റ് ഏതാണ്? വിഡ്രോവൽ. വിഡ്രോവൽ എന്താണ് വിഡ്രോവൽ? പിന്മാറുക, അല്ലെങ്കിൽ കണ്ടു നിൽക്കാൻ പറ്റാത്തത് നമ്മൾ പിന്മാറുന്നത്. ഒരു മരണ വീട്ടിലൊക്കെ പോകുമ്പോൾ അധികം സ്വന്തമായിട്ട് പിൻവാങ്ങി നിൽക്കുക. ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ മനഃപൂർവ്വം പിന്മാറുന്നത്. എല്ലാം മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ബോധപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ് ഡിഫൻസ് മെക്കാനിസം. അത് ഒരിക്കലും മറന്നു വരട്ടെ. ഓക്കെ, കോൺഷ്യസ് ആയിരിക്കുമ്പോഴാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് പിന്മാറുന്നതാണ് എന്ത്? വിഡ്രോവൽ അഥവാ പിൻവലിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സിമ്പത്തിസം, സഹതാപം. എന്താണ് സിമ്പത്തിസം? അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ട്. യെസ്, വെരി ഗുഡ്. അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നമ്മള് സിമ്പത്തറ്റിക് ആയി നമ്മുടെ വിഷമങ്ങള് കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരാളോട് പറയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിലൂടെ ഹാപ്പിനെസ് കണ്ടെത്തുകയാണ്. നമ്മുടെ വിഷമം അയാളോട് പറഞ്ഞു കഴിയുമ്പോഴാണ് അപ്പൊ അയാൾ ചിലപ്പോൾ ഒരു കുറച്ചുകൂടി സ്നേഹത്തോട് നമ്മളോട് സംസാരിക്കുക അല്ലെ. അപ്പൊ ഒരു സഹതാപം പിടിച്ചു വെക്കാനുള്ള ഒരു പ്രതിരോധ തന്ത്രമാണ് എന്ത്? സിമ്പത്തിസം എന്ന് പറയുന്നത്. ഫാന്റസി ആൻഡ് ഡേ ഡ്രീമിംഗ് ഓഫ് ഫാന്റസി ആൻഡ് ഡേ ഡ്രീമിംഗ്. ദിവാസം അതും ഒരു വിഡ്രോവൽ പോലത്തുള്ള ഒരു മറ്റൊരു മെക്കാനിസം ആണ് അല്ലെ. നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും വിഷമം വരുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോവാം, ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് പോകാൻ മറ്റാരെങ്കിലും ആലോചിക്കാൻ പറ്റും, ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ ആലോചിക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഒരു സമയത്ത് കോൺഷ്യസ് മൈൻഡിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്താണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് മനസ്സുകൊണ്ട് നമുക്ക് സാധിക്കുന്ന ഒരു പ്രതിരോധ തന്ത്രമാണ് ഫാന്റസി ഓഫ് ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് യഥാർത്ഥ സങ്കല്പത്തിൽ നിന്നും നമ്മളൊരു സാങ്കല്പികമായ ലോകത്തിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചലിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഓക്കെ, യെസ്, അത്രയല്ലേ ഉള്ളൂ ഡിഫൻസ് മെക്കാനിസം. ബാക്കിയുള്ളത് ഇതിന്റെ കൂടെ വരുന്നല്ലേ? ഡിസൊല്യൂഷനും റിയാക്ഷൻ ഫോർമേഷൻ, പിരിച്ചുവിടല് അല്ലെ. ഇമോഷൻസിനെ നമ്മൾ വിട്ടുകളയുന്നതാണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരില്ലല്ലോ. ഓക്കെ, റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു പോയിന്റ് പഠിച്ചിട്ടുണ്ടായി നമ്മൾ. എന്താണ് റിയാക്ഷൻ ഫോർമേഷൻ? പ്രതികരണ രൂപീകരണം അല്ലേ? ഇതെന്താണ് പ്രതികരണ രൂപീകരണം? നമ്മള് എന്താണ് സൊല്യൂഷൻ കിട്ടാതെ, ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടാതെ വരുമ്പോ പെട്ടെന്ന് റിയാക്ട് ചെയ്തു പോകുന്ന ഒരു, അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ആണോ? അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദേഷ്യഭാവത്തിൽ റിയാക്ഷൻ എന്ന് പറയുമ്പോ എന്തായിരിക്കും? പ്രതികരണം. പ്രതികരണം. ഓക്കെ, എങ്ങനെയുള്ള പ്രതികരണം ആണ് ഡിഫൻസ് മെക്കാനിസമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞേ? ദേഷ്യം എഴുതിയിരിക്കുന്നു. ശരിക്കുള്ളൂ. പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യാമോ ചില സമയങ്ങളില്? പെട്ടെന്ന് ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കുക, അങ്ങനെയാണോ പ്രോബ്ലം? നമ്മള് പെട്ടെന്ന് തന്നെ നമ്മള് ഹാപ്പിനെസ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കാര്യം നമ്മൾ അഫക്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ചില ചാടി കഴിയും. അത് പെട്ടെന്ന് തന്നെ അത് നമ്മുടെ ഇതുപോലെ നെഗറ്റിവിസമായിട്ട് കണക്ട് ചെയ്യാം. നെഗറ്റിവിസം എന്ന പ്രവണതയിൽ വരുമ്പോഴാണ് ഈ റിയാക്ഷൻ ഫോർമേഷൻ പെട്ടെന്ന് വരുന്നത്. ഓക്കെ, ഫിയർ അല്ല, ദേഷ്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ അതൊന്നും പഠിക്കണ്ടേ, അതിനൊന്നും ചോദിക്കില്ല. ഞാനിപ്പോ പറഞ്ഞ പോയിന്റ്സ് മാത്രം ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കേട്ടോ. മാം സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നുകൂടെ ഒന്ന് പറയുമോ? സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിലുണ്ടോ? പകരം വെക്കുക. നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറയുന്നത്. ഇഷ്ടമില്ലാത്ത ഒരാളോട് നമ്മൾ സ്നേഹം കാണിക്കലാണോ? ആണോ കുറച്ചാന? അല്ല അല്ല, അതായത് മിസ് എഴുതാന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് കൊച്ചിലെ ഡാൻസ് പഠിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ആ സ്വപ്നം എനിക്ക് നടന്നില്ല. പക്ഷെ ഞാനത് എന്റെ മകനിലൂടെയോ എന്റെ മകളിലൂടെയോ ആ ഒരു സ്വപ്നം നേടിയെടുക്കാൻ ഞാൻ ശ്രമിക്കും. അവരിൽ അത് എത്തുമ്പോൾ ഞാനത് സാറ്റിസ്ഫൈഡ് ചെയ്യും. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതാണ് നമ്മുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾ ഒരിക്കലും നിറവേറ്റാൻ പറ്റാത്ത തരത്തിലുള്ള ഇമോഷൻസ്, ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ പകരം വെക്കൽ എന്ന് പറയുന്നത്. നിങ്ങൾ ആ മലയാളം വൈദ്യുതി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ പഠിക്കാൻ നോക്കുന്നു കേട്ടോ. അപ്പൊ എക്സാമ്പിൾ കാണുമ്പോൾ ഇത് പകരം വെക്കുകയാണല്ലോ, അപ്പൊ അങ്ങനെ തന്നെയാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഒന്ന് നോക്കാം. അങ്ങനെ എന്തായാലും
സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻ വരില്ല, തെറ്റില്ലെന്ന് പറയും. ഓക്കെ മാം. ഇത് എത്ര എണ്ണമാണെന്ന് ചോദിക്കോ? ഇത് എത്ര എണ്ണമാണെന്ന് ചോദിക്കോ? അതായത് എത്ര മെക്കാനിസംസ് അങ്ങനെ ചോദിക്കില്ലല്ലോ. ഇല്ല ഇല്ല ചോദിക്കില്ല കേട്ടോ. പിന്നെന്താണ്, ഞാനൊരു ക്വസ്റ്റ്യൻ പോലെ ഒന്ന് ചോദിക്കട്ടെ. ഒരു ക്വസ്റ്റ്യൻ പോലെ റിട്ടേണിംഗ് ടു ആൻ ഡേസിൻ കേൾക്കുന്നുണ്ടോ? ഡേസിൻ returning to an earlier age, returning to an earlier age to cope with situation. ഇത് ഏത് ഡിഫറൻസ് മെക്കാനിസം ആണ്? Returning to an earlier age. Regression. Yes, very good, very good. എങ്ങനെ മനസ്സിലായി ഡേസിൻ? പെട്ടെന്ന് എന്താണ് ക്യാച്ച് ചെയ്തത്? ഏത് വേർഡാണ് ക്യാച്ച് ചെയ്തത്? Earlier Stage. Childish ആയിട്ടുള്ള. ഏജ് കണ്ടപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി? റിട്ടേണിംഗ് കേട്ടപ്പോ തന്നെ മനസ്സിലാവും അല്ലെ? അതെ അതെ, കുട്ടിക്കാലത്ത്. ചൈൽഡിഷ് ബിഹേവിയറിൽ നിന്ന് തിരിച്ചു പോകുന്ന ഒരു പ്രതിരോധ തന്ത്രമാണ് എന്താ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഫൈൻഡിങ് ജസ്റ്റിഫിക്കേഷൻ ഫോർ ആൻ ഇവന്റ് ഓർ ഫീലിംഗ്. ഫൈൻഡിങ് ജസ്റ്റിഫിക്കേഷൻ ഫോർ ആൻ ഇവന്റ് ഓർ ഫീലിംഗ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? ജസ്റ്റിഫൈ ചെയ്യാൻ, അതായത് സംഭവത്തെ വികാരത്തെ ന്യായീകരിക്കുന്നതാണ് എന്താ റാഷണലൈസേഷൻ അഥവാ യുക്തീകരണം എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ. അത്രയുള്ളൂ ഡിഫൻസ് മെക്കാനിസം. നമുക്ക് എത്ര ഡിഫൻസ് മെക്കാനിസം ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ? എന്തൊക്കെ ഉണ്ട്? 14 ചോദ്യം വന്നാൽ ഒന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞപ്പോ കിട്ടിയില്ലേ രണ്ടാമത്തെ ആൻസർ? അതേപോലത്തെ ചോദ്യം വരുള്ളൂ കേട്ടോ. നിങ്ങളെ കുഴപ്പിക്കുന്ന തരത്തിൽ ഞാൻ ചോദ്യം ഇടില്ല. ഉറപ്പാണ്. മിസ്സിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി ഏതാണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസ്. എന്താ? അതെന്ത് സിമ്പിൾ ചാപ്റ്ററാ? എന്താ പ്രശ്നം? ഇവിടെ നോക്കേണ്ട കാര്യങ്ങൾ ഞാൻ മാത്രം പറഞ്ഞുതരാം, ശ്രദ്ധിച്ചേ. ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്നൊരു ഭാഗമില്ലേ നെക്സ്റ്റ്? ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, മെന്റൽ ഡിഫറൻസ്, പിന്നെ മോട്ടോറബിലിറ്റി ഡിഫറൻസ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, ആ ഭാഗം മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ. നോർമൽ പ്രോബബിലിറ്റി കർവ് ഒന്നും മിക്കവാറും ചോദിക്കില്ല കേട്ടോ. ഇനി ചോദിക്കുകയാണെങ്കിൽ തന്നെ അത് എത്ര എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കുള്ളൂ കേട്ടോ. അത് നേച്ചർ ഏതാണെന്ന് മാത്രം സെലക്ട് ചെയ്യാൻ മതി. ഏത് ലോയുടെ അടിസ്ഥാനത്തിലാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് വല്ലതും ചോദിക്കില്ല, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മാത്രം പഠിച്ചു വെക്കാം. ക്ലിയർ? യെസ് മാം. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിൽ നമ്മൾ പറഞ്ഞു അല്ലേ? പറഞ്ഞു. തിയറി ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിക്കണം കേട്ടോ. തിയറി 2 തിയറീസും പഠിക്കുക. ഏതൊക്കെ സ്റ്റേജ് ഏതൊക്കെ ഏജിലാണ്, ആ ഓരോ ഏജിലും എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് പഠിച്ചോ. പിന്നെ ഫാദർ ഓഫ് സൈക്കോളജി അറിയാലോ ആരാണെന്ന്? ഫാദർ ഓഫ് സൈക്കോളജി ആരാണ്? ഇവിടെയുണ്ട്. ക്രോ ക്രോ എന്ന് പറഞ്ഞാ പറഞ്ഞാ പറഞ്ഞേ. പഠിച്ചു വെച്ചിട്ട് വില്യം വുഡഡ് ആണ് കേട്ടോ. ഫാദർ ഓഫ് സൈക്കോളജി വില്യം വുഡഡ് ആണ്. പിന്നെ ഓക്കെ, ബ്രാഞ്ചസ് ഒക്കെ ടീച്ചർ ഒന്ന് പഠിപ്പിച്ചു തന്നില്ലേ? സൈക്കോളജിക്കൽ ബ്രാഞ്ചസ്
പ്യുവർ സൈക്കോളജി ഉണ്ട്, അപ്ലൈഡ് സൈക്കോളജി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ? ആ പേരുകളൊക്കെ ഒന്ന് മാത്രം നോക്കി എഴുതാൻ മതി. നമ്മൾ എന്താണ് പ്യുവർ സൈക്കോളജി എന്ന് പറയുന്നത്? തിയറീസും ടെക്നിക്സും ആണ് പ്യുവർ സൈക്കോളജിയിൽ വരുന്നത്, അല്ലെ? ഓക്കെ. ഈ തിയറികളെല്ലാം നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? അപ്ലൈഡ് സൈക്കോളജിയിൽ, അല്ലെ? പ്യുവർ സൈക്കോളജിയിലുള്ള തിയറീസും ടെക്നിക്സും അല്ലെങ്കിൽ പോയിന്റ്സ് ഒക്കെയാണ്, അല്ലെങ്കിൽ അതൊക്കെയാണ് നമ്മൾ എന്തിലേക്ക് ആഡ് ചെയ്യുന്നത്? അപ്ലൈഡ് സൈക്കോളജിയിലേക്ക് കൊണ്ടുവരുന്നത്. അതിനെയാണ് നമ്മൾ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓരോന്നിന്റെ ബ്രാഞ്ചസും കാറ്റഗറി ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ, ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെന്താണ്? ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഞാനല്ലല്ലോ എടുത്തത്, അല്ല. അല്ല. ഓക്കെ. എന്നിരുന്നാലും ലാംഗ്വേജ് ഡെവലപ്മെന്റിലെ സീക്വൻസസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇല്ലേ? 28 വീക്സ്, 40 വീക്സ്, 52 വീക്സ് എന്നൊക്കെ പറഞ്ഞ ഭാഗമില്ലേ? അതൊന്ന് നോക്കിക്കോട്ടോ. ഏതാ മാം ഒന്നുകൂടി പറയോ? ലാംഗ്വേജ് ഡെവലപ്മെന്റിലെ സീക്വൻസസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, സീക്വൻസസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അതാ വീക്സ് അല്ലേ മിസ് പറയണത്? വീക്സ് അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയല്ലേ, എന്തെങ്കിലും ചോദിച്ചാലോ? ഇപ്പൊ അപർണ കയറിയല്ലോ, അപർണ വെച്ചിട്ടുള്ളല്ലോ ഡിവിഷൻ ക്ലാസ്? ഇല്ല വെച്ചിട്ടില്ല. പിന്നെ നമ്മള് എത്ര വേർഡ്സ് ആണ്, എത്ര വൊക്കാബുലറി വേർഡ്സ് ആണ് ആ പദാവലിയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ ടെക്സ്റ്റിൽ എടുക്കുന്നില്ലേ? ടെലഗ്രാഫിക് സ്പീച്ച് എന്ന ഭാഗത്തില് ആ നമ്പർ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഏതാ മാം ഒന്നും കൂടെ പറയൂ? ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ നമ്മള് സ്റ്റേജസ് ഓഫ് ടെലഗ്രാഫിക് സ്പീച്ച് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതില് ഒരു കുട്ടി എത്ര വേർഡ്സ് ആണ്, 3 years ഓൾഡുള്ള കുട്ടി എത്ര വേർഡ്സ് ആണ് സംസാരിക്കുന്നത്, പിന്നെന്താണ് ഓൾമോസ്റ്റ് 6 year ആകുമ്പോൾ എത്ര വാക്കുകളാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. 12,000 to 40,000 ആണ്, കണ്ടോ? ഓർത്ത് വെച്ചാൽ മതി. അതൊക്കെ ചിലപ്പോൾ വരാനുള്ള സാധ്യത കൊണ്ട് പറയുന്നതാണ്. പിന്നെ നമ്മൾ അതിലൊരു സൈമൺ പീറ്റർ ടെക്സ്റ്റ്, ആ ഒരു കളിനെ കുറിച്ച് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? സൈമൺ പീറ്റർ ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ. അറിയുന്നില്ലേ അത്? ഇല്ല മാം. ഈ ചാപ്റ്ററിൽ തന്നെയാണോ ലാംഗ്വേജ് ഡെവലപ്മെന്റിനോ? തന്നെയാണ്. ഇല്ല മാം, തന്നിട്ടില്ല. അതെ, ഒരു കമാൻഡ്, കുട്ടികളുടെ ഒരു കളിയാണ്. കുട്ടികൾ ഇങ്ങനെ സൈമൺ പീറ്റർ എന്ന് പറഞ്ഞ് കളിക്കുക. അതൊരു കമാൻഡ് പോലെ കൊടുത്തിട്ട് സൈമൺ സാസ് എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ, നമ്മുടെ മലയാളത്തിൽ അതിനൊരു കളി കളിക്കുന്നത് ഇങ്ങനെ. സൈമൺ സ്റ്റേസ് അയാളുടെ പേര് കൂട്ടിയായിരിക്കും പറഞ്ഞത്. സൈമൺ സ്റ്റേസ് ചാടാൻ പറയുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞ് ചാടും. ആ പേര് പറഞ്ഞ ആ കമാൻഡ് പറഞ്ഞ് ചാടുന്ന ഒരു കളിയാണ്, ഗെയിമാണ് കേട്ടോ. അറിഞ്ഞു തുടങ്ങി വേണ്ട, പിന്നെന്താ ചോദ്യം ഒന്നും വരില്ല കേട്ടോ, പഠിക്കണ്ട. പിന്നെ ഏതാണ് വേറെ? എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഫാദർ ആരെന്ന് അറിയാലോ? കുളങ്കരയല്ല സിന്ധു, അല്ല അർച്ചന, കുളങ്കരയുള്ള. അയാളുടെ പേര് പറഞ്ഞിട്ട് നമ്മൾ ചാടാൻ പറയും, ഓടാൻ പറയും. അപ്പൊ സൈമൺ സേസ്, ആ പേരാണ് അത്. സൈമൺ സേസ്, സൈമൺ ആണിത്. സൈമൺ എന്ന വ്യക്തി, അദ്ദേഹമാണ് ഈ ഒരു ഗെയിം തയ്യാറാക്കിയത്. അദ്ദേഹത്തിന്റെ പേര് റെപ്രസെന്റ് ചെയ്തിട്ടാണ് കുട്ടികൾ ആ ഗെയിം കളിക്കുന്നത് കേട്ടോ. അത്രയും മനസ്സിലാക്കി മതി. ഇച്ചിരി സമയമുള്ള പരിപാടിയാ. പിന്നെ എന്താണ് ഡെവലപ്മെന്റൽ പ്രൊഫൈല്? ഡെവലപ്മെന്റൽ പ്രൊഫൈലില് ടൈം ടേബിൾ പഠിച്ചോളൂ കേട്ടോ. ടൈം ടേബിൾ ഇമ്പോർട്ടന്റ് ആണേ. ടൈം ടേബിള് ഏതാ മിസ് പറഞ്ഞ? ടൈം ടേബിൾ ഡെവലപ്മെന്റൽ പ്രൊഫൈല് യൂണിറ്റ് 5. പിന്നെ നമ്മള് ആ ഡെവലപ്മെന്റൽ പ്രൊഫൈല് കുട്ടികൾ എന്തൊക്കെ എബിലിറ്റീസ് ആണ് പഠിക്കുന്നത്, എന്തൊക്കെ എബിലിറ്റീസ് ആണ് നോക്കണേന്ന് പഠിച്ചിട്ടില്ലേ? യൂണിറ്റ് 5 ഡെവലപ്മെന്റ് പ്രൊഫൈൽ 173 പേജ് നമ്പർ 1, 2, 3 173. ഓക്കെ. അതിൽ തന്നെ നമ്മള് ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ട്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഇതിലെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ വരുന്നു കൂടി പഠിക്കാം കേട്ടോ.
മനസ്സിലായോ? ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ നമ്മൾ കുറച്ച് ടേംസ് നോക്കിയിട്ട് അതിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്തൊക്കെ വരുന്നുണ്ട്? 3 നമ്പർ സ്കില്ല്, റൈറ്റിംഗ് സ്കിൽസ്, ബേസിക് കോൺസെപ്റ്റ്സ്, കളർ, ഷേപ്പ്, ആ ഭാഗങ്ങളൊന്ന് നോക്കിക്കോട്ടോ. പിന്നെ ഈ ഒരു പേജിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? നെയിം, ഏജ്, അഡ്രസ്, ഫാദേഴ്സ് നെയിം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഡെവലപ്മെന്റ് പ്രൊഫൈൽ പേജിൽ ആ ഒരു ഫോർമാറ്റ് പേജിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ചോദിച്ചേക്കാം കേട്ടോ. അപ്പൊ ഒന്ന് നോക്കിയേക്കാം. അത് അത്രേ ഉള്ളൂ. പിന്നെ അതിൽ ടൈം ടേബിൾ. ഓക്കെ, ഒരു മിനിറ്റ്. മാം അതിലെ 173 പേജിലെ ഡെവലപ്മെന്റ് പ്രൊഫൈലില് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കഴിഞ്ഞ് എന്താ എഴുതിയിരിക്കുന്നത്? അത് എന്റെ പേജിലും മാഞ്ഞു പോയിരിക്കുന്നു. ആരെങ്കിലും പറഞ്ഞില്ലേ? ഓക്കെ. ഇപ്പുറത്തെ പേജിലുണ്ടോടാ മൊത്തം കോഗ്നിറ്റീവ് ലാംഗ്വേജ് കാണാവോ? ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് അതിൽ മൊത്തം ഉണ്ടോ? അതുണ്ട്. എന്താ ചോദിച്ചത്? അല്ല മാം, ടെക്സ്റ്റിൽ ഒരു കാര്യം. ശരി. അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെ പറഞ്ഞു? യൂണിറ്റ് 5 പറഞ്ഞു, യൂണിറ്റ് 6 സൈക്കോളജി പറഞ്ഞു, ലാംഗ്വേജ് ഡെവലപ്മെന്റ് പറഞ്ഞു, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പറഞ്ഞു, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പറഞ്ഞു. പിന്നെ ഏതാണ്? ഡിഫൻസ് മെക്കാനിസം പറഞ്ഞു. നീഡ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നീഡ്സ് ചാപ്റ്റർ ആരാ എടുത്തത്? അപർണയാണോ? അപർണ മാമിന്റെ. അതല്ല, മാസ്ലോവിന്റെ തിയറിയിലുള്ള ആ ബേസിക് ആയിട്ടുള്ള നമ്മുടെ നീഡ്സുകളിൽ അത് പഠിക്കുക. അത് ഓർഡർ അനുസരിച്ച് തന്നെ പഠിക്കണം കേട്ടോ. ഓർഡറിലൊക്കെ പറഞ്ഞു തന്നോ? ഒരു ശ്രേണി ഹൈറാർക്കിക്കൽ ഫോർമാറ്റിൽ പറഞ്ഞു തന്നിരുന്നോ നിങ്ങൾക്ക്? ആ ഓർഡറിൽ തന്നെ പഠിക്കാം. ഓർഡർ തെറ്റിച്ചൊക്കെ ചോദിക്കും കേട്ടോ. ഓക്കെ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ് എന്ന് പറയുന്നത് ഏതാണ്? ബേസിക് നീഡ് ഫസ്റ്റ് ഹൈറാർക്കിയിലെ ഫസ്റ്റ് നീഡായിട്ട് വരുന്ന ഏതാണ്? വാട്ടർ, ഫുഡ്, പിന്നെ ഏതാണ്? സെക്യൂരിറ്റി, നീഡ് ഫോർ ബിലോങ്ങിങ്നെസ്, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, പിന്നെ നീഡ് ടു ഫീൽ സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മസാക്ഷാത്കാരം. അല്ലേ? ഓക്കെ, ഹൈയസ്റ്റ് പൊസിഷൻ ആണത്. ഓക്കെ, പിന്നെന്താണ്? ചൈൽഡ് ഡെവലപ്മെന്റ് ഇല്ലേ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തില് ഇല്ല കേട്ടോ. അതിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് നിങ്ങൾ പഠിക്കണം. എഴുതിപ്പോ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് പഠിക്കണം. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്. പിന്നെ നമ്മള് എംബ്രിയോന്റെ ഒക്കെ പീരീഡ് പഠിച്ചിട്ടില്ലേ? എംബ്രിയോന്റെ പീരീഡ്, ഇംപ്ലാന്റേഷൻ, ആ ഒരു ഭാഗമല്ലേ ലൈഫ് തുടങ്ങുന്ന ഭാഗം, അതൊക്കെ ഒന്ന് വായിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ അതിൽ തന്നെ നമ്മൾ ആ ഭാഗങ്ങളിൽ കുട്ടിയുടെ ഏതൊക്കെ ഫങ്ഷൻസ് ആണ് ആദ്യം ഫോം ചെയ്യുന്നത് പറഞ്ഞ എന്തൊരു ക്വസ്റ്റ്യൻ നമ്മളുണ്ടായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടോ? യെസ്. ഓക്കെ, അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് അല്ലേ? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിലെ ക്യാരക്ടറിസ്റ്റിക്സ് അതിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിലെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, ചീഫ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് 2 പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ? ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, സെഫാലോകേഡൽ, പ്രോക്സിമോഡിസ്റ്റൽ, ട്രെൻഡുകളില്ലേ? ട്രെൻഡുകള് ഓക്കെ, അറിയാലോ. സെഫാലോകേഡൽ എന്ന് പറയുന്നത് എന്താണ്? ഹെഡ് ടു ഫുട്ട് അല്ലെ? ാണ് അല്ലെ? വാല്. വാല് മീൻസ് ഫുട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രോക്സിമോഡിസ്റ്റൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ടു ഔട്ട്റൺസ്, അല്ലെങ്കിൽ ഔട്ട്ലൈൻ അല്ലെങ്കിൽ പെരിഫറി എന്ന് പറയും. ഓക്കെ, പറയുന്നത് രണ്ടും ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ 2 ടൈപ്സ് ആണ്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. സെഫാലോകേഡൽ ആൻഡ് പ്രോക്സിമോഡിസ്റ്റൽ. യെസ്, സെഫാലോ മീൻസ് ഹെഡ് ആൻഡ് കേഡൽ മീൻസ് ഫുഡ്. അത് പറയാൻ പറ്റില്ലേ? ഹെഡ് ടു ടെയിൽ എന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ടും പറഞ്ഞു. ഇനി പ്രോക്സിമോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോക്സിമോ
far. Proxima എന്ന് വെച്ചാൽ near, അടുത്ത്. Then distal എന്ന് പറഞ്ഞാൽ എന്താണ്? far, ദൂരെ. അതാണ് അതിന്റെ അർത്ഥം കേട്ടോ. Distal എന്ന് പറയുന്നത് proxima means near. Proxima means near. Distal means far. Okay. Then third, emotional development അല്ലേ? Emotional and social development ല് അതിൽ ഫസ്റ്റ് വരുന്നത് characteristics of emotional development അല്ലേ? പ്രീ സ്കൂൾ ഇയേഴ്സിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ മാം? അതില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇമോഷൻസ് ആർ ടെമ്പററി അല്ലെ? ഇമോഷൻസ് താൽക്കാലികമാണ്. കുട്ടികൾ അവരുടെ ഇമോഷൻസ് പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നു. ആ അത്തരം പോയിന്റ്സുകൾ ഒന്ന് നന്നായിട്ട് നോക്കാം. ഓക്കെ. പിന്നെ എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ്? എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പഠിക്കുക. പിന്നെ റോൾ ഓഫ് ദി ടീച്ചർ. സോഷ്യൽ ഡെവലപ്മെന്റിൽ ഒരു ടീച്ചറിന്റെ റോൾ എന്താണ്? ടീച്ചറിന്റെ റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക, ഒരു നല്ലൊരു മോഡലായി മാറുക എന്നതാണ് ടീച്ചറിന്റെ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ടീച്ചറിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഈ ഒരു സമയത്ത് ടീച്ചർ എന്ന് പറയുന്ന ആരാണ്? മെന്റർ ആണ്, ഇൻസ്ട്രക്ടർ ആണ്, അതോടൊപ്പം തന്നെ എന്താണ്? ഒരു ഫെസിലിറ്റേറ്റർ ആണ് അല്ലെ? സോഷ്യൽ ഡെവലപ്മെന്റിൽ ടീച്ചർ കുട്ടികൾക്ക് ഈ ഒരു മൂന്നുമാണ്. ഓക്കെ. പിന്നെന്താണ് അതില്? സ്ട്രേഞ്ചർ ആൻസൈറ്റി പഠിക്കുന്നുണ്ട് അല്ലെ? സ്ട്രേഞ്ചർ ആൻസൈറ്റി പഠിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ ഫസ്റ്റ് സ്മൈൽ എവിടെയാണ്, എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഓക്കെ. അതിന്റെയൊക്കെ ഏജ് ഒക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ ഏതാണ്? എന്തോ വേറെ ഏതാണ്? എല്ലാം ആയോ? ഇല്ലല്ലോ, ഒന്നും കൂടി ഉണ്ടല്ലോ. ഫാക്ടേഴ്സ് എന്തോ ഫാക്ടേഴ്സ് അല്ലേ? ഇമോഷണൽ ഡെവലപ്മെന്റിനെ സോഷ്യൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. സോഷ്യൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അല്ലെ? ഏതൊക്കെയാണ്? സോഷ്യൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടറുകളുള്ളൂ. ഒന്ന് ആരൊക്കെയാണ്? ഫാമിലിയായിട്ട് പിയർ ഗ്രൂപ്പും. മറ്റേതോ ഇമോഷണൽ ഡെവലപ്മെന്റിനെ എന്തൊക്കെയുണ്ട്? ഇമോഷണൽ ഡെവലപ്മെന്റ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഫാമിലി, സോഷ്യൽ അറ്റ്മോസ്ഫിയർ, പിയർ ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി ആൻഡ് നെയ്ബർഹുഡ്. അതില് നമ്മള് ഇന്റലിജൻസ്, ഇമോഷണൽ ഇന്റലിജൻസിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരാളുടെ പേര് പറഞ്ഞിരുന്നു, ഓർക്കുണ്ടോ? ഡാനിയൽ ഗോൾഡ്മാൻ ആണ്. ഡാനിയൽ ഗോൾഡ്മാൻ അല്ലെ? ഇമോഷണൽ ഇന്റലിജൻസിന്റെ പിതാവ് എന്ന് പറയുന്ന ആരാണ്? ഡാനിയൽ ഗോൾഡ്മാൻ ആണ് കേട്ടോ. ഓർത്ത് വെക്കുക. ഡാനിയൽ ഗോൾഡ്മാൻ. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ ഏതാണ്? എഡ്യൂക്കേഷൻ സൈക്കോളജി ടീച്ചർ എടുക്കും അല്ലെ? ടീച്ചറിൽ എടുത്തത് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നമ്മൾ ലാസ്റ്റ് കുറെ ടെക്നിക്സുകൾ പഠിക്കുന്നുണ്ട് അല്ലെ? ഇൻട്രോസെപ്ഷൻ മെത്തേഡ്, എക്സ്പെരിമെന്റൽ മെത്തേഡ്, കേസ് സ്റ്റഡി മെത്തേഡ്, അതൊക്കെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ 5 ഫാക്ടേഴ്സ് അല്ലെ, അല്ലെങ്കിൽ 5 ഘടകങ്ങൾ എന്ന് പറയുന്ന ആരൊക്കെയാണ്? ടീച്ചർ, ലേണർ, ലേണിംഗ് പ്രോസസ്, ലേണിംഗ് എക്സ്പീരിയൻസ്. ഓക്കെ. 5 ഘടകങ്ങൾ പഠിച്ചു. 5 ഫാക്ടേഴ്സ് അല്ലെ? 5 കീ ഫാക്ടേഴ്സ് ആണത്. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ 5 കീ ഫാക്ടേഴ്സ് ആണ്. അത് ഓർത്ത് വെക്കുക. ബാക്കി ടീച്ചർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ടീച്ചർ അല്ലേ എഡ്യൂക്കേഷൻ സൈക്കോളജി എടുത്തത്? അതെ മാം. ഓക്കെ. അപ്പൊ ഏകദേശം ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടോ? യെസ്. പിന്നെ വേറൊരു കാര്യം പറയാം. ഒരു ടെൻഷനും ഇല്ലാതെ ആരും, എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. നിങ്ങൾ ആ ടെൻഷൻ കളഞ്ഞിട്ട് വേണം എക്സാം എഴുതാനായിട്ട് കേട്ടോ. അതിന്റെ ഒരു ആവശ്യമേ ഇല്ല, കേട്ടോ. മിസ്, ഈ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂമും പിന്നെ പ്രോഗ്രാംസ് ഓഫ് ഡെവലപ്പ് അതൊക്കെ എളുപ്പമായിരിക്കും? മോക്ക് ടെസ്റ്റ് പേപ്പർ 4 അതെ അതെ, സ്കൂൾ മാനേജ്. അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അത് ഞാൻ തന്നെ മോക്ക് ടെസ്റ്റ് നന്നായിട്ട് പഠിക്കാം കേട്ടോ. മിസ്, അതിനുള്ള നമ്മൾ ടു ടേക്ക് അറ്റൻഡൻസ് എന്നും പറഞ്ഞ മിസ് പറഞ്ഞിട്ടില്ലേ? മറ്റേ അറ്റൻഡൻസ് എങ്ങനെയാ? അത് ഫുള്ള് പഠിക്കണോ? ഫുള്ളല്ല, ഞാൻ ഏറ്റവും എളുപ്പമുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായാലും ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഏതാ മാം? ഏത് ചാപ്റ്റർ? ഓഫീസ് മാനേജ്മെന്റ്. അതെ, സെക്കൻഡ് ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നമ്മള്. ടു ടേക്ക് അറ്റൻഡൻസ് എന്ന് പറഞ്ഞത് ഫുൾ പ്രസന്റ് മാത്രമാണല്ലോ പരീക്ഷയ്ക്കുള്ളൂ.
5 മാത്രമേ ഞാൻ പറഞ്ഞോളായിരുന്നു ചോദിക്കുന്നു. അതല്ല മോക്ക് ടെസ്റ്റിൽ ഉണ്ടായുള്ളൂ. ഓക്കെ. അതിലിപ്പോ ബാക്കിയുള്ള 4 പഠിച്ച ആദ്യത്തെ 4 പഠിച്ചു വെച്ചോ. നിങ്ങൾ നോക്ക്, കംപ്ലീറ്റ് നോക്കുക. അതിനൊക്കെ ചിലപ്പോഴേ വരാറുള്ളൂ. മിക്കതും ഫുൾ പ്രസന്റ് തന്നെ ചോദിക്കാറുള്ളൂ. ടൈമിൽ നോക്കി വെക്കാം. വേറെ ക്ലാസ്സിലാന്ന് പറഞ്ഞു പിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കയ്യിലുണ്ടോ? ടെക്സ്റ്റ് ഉണ്ടോ? അല്ല, നമ്മളോട് പറഞ്ഞാൽ അത് മാത്രം പഠിച്ചാൽ പഠിക്കാം. മാം ആ ടിക്ക് ചെയ്തതൊന്ന് പറയോ? ഞാൻ ടിക്ക് ഇട്ടിട്ടില്ല. ടിക്ക് ഇട്ടിട്ടില്ല. മോർണിംഗ് സ്പോട്ട് ഫുൾ ഡേ ഫുൾ പ്രസന്റ്, ആഫ്റ്റർനൂൺ പ്രസന്റ്, ഒരാൾ പറയൂ. ഫുൾ പ്രസന്റ്. ഫുൾ പ്രസന്റ്, മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ പ്രസന്റ്, ഫുൾ പ്രസന്റ്, മോർണിംഗ് പ്രസന്റ്, ഫുൾ പ്രസന്റ്, മോർണിംഗ് പ്രസന്റ് ടിക്ക് ചെയ്യാം. ആഫ്റ്റർനൂൺ പ്രസന്റ്, ആഫ്റ്റർനൂൺ പ്രസന്റ് ടിക്ക് ചെയ്തോ? തന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. മോർണിംഗ് സ്പോട്ട്, മോർണിംഗ് സ്പോട്ട്, മോർണിംഗ് സ്പോട്ട് ഞാൻ ഏതാ ടിക്ക് ചെയ്തെന്ന് പറഞ്ഞു തരോ? ഫുൾ ഡേ ആബ്സെന്റ്. ഓക്കെ, ഒരു പണി ചെയ്യാം. അത് സിമ്പിൾ അല്ലാടോ നിങ്ങൾക്ക് അതൊന്ന് നോക്കിയാൽ മനസ്സിലാവൂലേ ഏതൊക്കെയാണെന്ന്? അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. ഇങ്ങനെ വരയ്ക്കും, ഇങ്ങനെ വരയ്ക്കും. മോർണിംഗ് ആഫ്റ്റർനൂൺ ആബ്സെന്റ് വരുന്ന തിരിഞ്ഞു പോകുന്നുണ്ട്. കൊടുത്തിരിക്കുന്ന പോലെ തന്നെ പഠിക്കുക. ഞാൻ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അനില ഒന്ന് വായിക്കാവോ? ഫുൾ പ്രസന്റ്, ആബ്സെന്റ് പ്രസന്റ്, ഫുൾ ഡേ ആബ്സെന്റ്, മോർണിംഗ് പ്രസന്റ്. ഫുൾ പ്രസന്റ്, ഫുൾ പ്രസന്റ് ടിക്ക് ചെയ്യാം. ആബ്സെന്റ് നൂൺ പ്രസന്റ്, ആഫ്റ്റർനൂൺ ടിക്ക് ചെയ്യാം. ഫുൾ ഡേ ആബ്സെന്റ്, ഫുൾ ഡേ ആബ്സെന്റ് അല്ലേ? ഫുൾ ഡേ ആബ്സെന്റ്. മോർണിംഗ് പ്രസന്റ്, മോർണിംഗ് പ്രസന്റ്. ഇത്രയേ ഉള്ളൂ. ഇതാണെന്ന് തോന്നുന്നു മാം 4 ശരി, ആ 4 പഠിച്ചാൽ മതി. പക്ഷെ എല്ലാം നോക്കിക്കോളൂ കേട്ടോ, എല്ലാം നോക്കിക്കോളൂ. ശരി, പിന്നെ ഏതാണ്? അപ്പൊ നമ്മള് ഒരു ചാപ്റ്റർ ആണത്, അത് പാർട്ട് 4 ആണ് കേട്ടോ. സ്കൂൾ മാനേജ്മെന്റ് ചാപ്റ്ററില് പിന്നെ നമ്മള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂറുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതാണ്? നമ്മുടെ എന്താണ് ബ്ലാക്ക് ബോർഡ് പഠിക്കാം. ടൈപ്സ് ഓഫ് ബ്ലാക്ക് ബോർഡ് നോക്കുക. ഫീസ് നോക്കണ്ടേ മാം? യൂണിഫോം ഫീസ്, ഓപ്പണിംഗ് ഫീസ് നോക്കണോ? ജസ്റ്റ് നോക്കിയാൽ മതി, അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾക്ക് എളുപ്പമല്ല ആ ചാപ്റ്റർ. പാർട്ട് 4 എളുപ്പമാണ്. പിന്നെ ടെൻഡൻസീസ് ഓഫ് മാനിൽ നിങ്ങൾ ഓരോരുത്തരും അത് ടോപ്പിക്സിൽ എന്താ ചെയ്തത്? സെമിനാറാണ് ചെയ്തിരിക്കുന്നത് അല്ലെ? സെമിനാർ ചെയ്തിരിക്കുന്നത് അതിലുള്ളതുപോലെ തന്നെ നിങ്ങൾ അത് പഠിക്കുക കേട്ടോ. അപ്പൊ എയർ പൊല്യൂഷന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, സൗണ്ട് പൊല്യൂഷന്റെ കോൺസിക്വൻസസ്, അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടില്ലേ? അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. പിന്നെ നോൺ റിന്യൂവബിൾ റിസോഴ്സും റിന്യൂവബിൾ റിസോഴ്സസ് ഏതാണെന്ന് വ്യക്തമായിട്ട് പഠിക്കാം. ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ള ഡിജിറ്റൽ അതും ടെക്സ്റ്റ് നോക്കി നന്നായി പഠിക്കാം. ഓക്കെ, അത് വരുമ്പോ ധൃതി കൂടുതലാ മാം. അത് വരുമ്പോ ധൃതി കൂടുതല. റിന്യൂവബിൾ ആണ് നോൺ റിന്യൂവബിൾ ആണ് നോക്കൂല, വേഗം ഒന്നാണ്ട് കുത്തും. അത് കഴിഞ്ഞിട്ട് നോക്കും. ഈ തവണ മാർക്ക് പോയി. നോൺ റിന്യൂവബിൾ ആണ് പറഞ്ഞത്, പക്ഷെ റിന്യൂവബിളാ കുത്തിയത്. ശ്രദ്ധിച്ച് റിലാക്സ് ചെയ്തങ്ങ് ചെയ്യാം കേട്ടോ. പിന്നെ എൻവയോൺമെന്റ് അല്ലേ? മാൻ ആൻഡ് എൻവയോൺമെന്റ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ലാസ്റ്റ് ചാപ്റ്റർ പാർട്ട് 4. ഇനിയുള്ളത് ടെൻഡൻസീസ് ഓഫ് മാൻ. ടെൻഡൻസീസ് ഓഫ് മാൻ കിട്ടി നോട്ട് കിട്ടി. അതിൽ ഓരോന്നും പഠിക്കാൻ എളുപ്പമല്ലേ? യെസ്, അതെ മാം. പഠിച്ചാൽ മതി. ആ ക്യാപ്സുകൾ എങ്ങനെയാണ് തന്നിരിക്കുന്നത് അങ്ങനെ തന്നെ പഠിക്കുക. അതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും പഠിക്കുക. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ അപർണ എടുത്തിട്ടായിരുന്നു. അപർണ മാം എടുത്തതാ. ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അത് നോക്കുക കേട്ടോ. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല ചാപ്റ്റർ, എനിക്കറിയില്ല അത്. പിന്നെ എന്താണ് അതിലല്ലേ ഡീകോഡിങ് എൻകോഡിങ് ഒക്കെ വരുന്നത്? അതെ മാം, അതെ. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കണേ.
പിന്നെ ഇത്രയൊക്കെ ഉള്ളു. പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ പഠിക്കുക, റിവൈസ്. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടാവും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. റിവൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇന്ന് ഞാൻ 9ാമത്തെ ചാപ്റ്റർ പഠിച്ചു. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് 9ാമത്തെ ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ നമ്മൾ മറന്നു പോകും. 10ാമത്തെ ചാപ്റ്റർ എടുക്കുന്നതിന് മുമ്പായിട്ട് 9ാമത്തെ ചാപ്റ്റർ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 10ാമത്തെ ചാപ്റ്റർ പഠിക്കാം. പിറ്റേ ദിവസം എങ്ങനെയാണ് 9, 10 റിവൈസ് ചെയ്യാം. 11, 9, 10, 11 റിവൈസ് ചെയ്യാം. അങ്ങനെ ആയിരിക്കും പഠിച്ചു പോകേണ്ടത് കേട്ടോ. ഓക്കെ, റിവൈസ് ചെയ്താൽ ഉറപ്പായിട്ടും കിട്ടും. നമുക്ക് എവിടെയെങ്കിലും ഏതൊക്കെ ചോദ്യം വന്നാൽ എങ്ങനെ വേണമെങ്കിൽ എഴുതാൻ പറ്റും. പിന്നെന്താണ്, അപ്പൊ നമ്മൾ ഇനി കാണോ? നമ്മളിനി കാണോ? കോൺവെക്കേഷൻ ആണോ? എങ്ങനെയുണ്ട് വൈവേക്ക്? എങ്ങനെയുണ്ട്? നല്ലായിരുന്നു, സിമ്പിൾ ആയിരുന്നു. മൂവ്മെന്റോ? കാണാൻ ചാൻസ് ഇല്ല മാം. എന്താണ് ഇഷ? അല്ല, ഇനി എന്തായാലും ഞാൻ കാണാൻ ചാൻസ് ഇല്ല. എന്തായാലും അങ്ങോട്ടേക്ക് വരുന്നില്ല. അപ്പൊ കോൺവെക്കേഷൻ വരാൻ പറ്റില്ല. എനിക്ക് എന്റെ ഡെലിവറി ഉണ്ടാവുക നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് ആണ്. അപ്പം പിന്നെ ആദ്യം ഡിസംബറിൽ നാട്ടിലേക്ക് വരണം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം അതും നടക്കില്ല. എന്തായാലും ഞാൻ നാട്ടിൽ വന്നാൽ ഒരു ദിവസം എറണാകുളത്തേക്ക് വരും. ഇൻഷാല്ല. എന്തായാലും എല്ലാവരും കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്റെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സ്മാർട്ട് ഷീയിൽ ചേർന്നതിന് ശേഷം. അപ്പൊ എന്തായാലും വരണം നല്ല ആഗ്രഹമുണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായില്ല. എനിക്ക് അന്നായിരുന്നു വൈവ, ആ ടൈമായിരുന്നു വൈവ. എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാക്ടിക്കൽസിന് കുറച്ച് പേരുണ്ടായിരുന്നു. ഞാൻ വന്നിരുന്നല്ലേ നിങ്ങള്? വന്നിരുന്നു മാം, ഞാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മാമുണ്ടാവും. ഞാൻ പഠിപ്പിക്കുന്ന ബാച്ചിന് മാത്രമേ പ്രാക്ടിക്കൽസിന് മാത്രമേ ഞാൻ പോവാറുള്ളൂ കേട്ടോ. നിങ്ങൾ വരുമെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ടീച്ചർ വന്നപ്പോഴാ വന്നിരുന്നു. 9th പിള്ളേരും ഉണ്ടായിരുന്നു 9th ബാച്ചിന്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ 89ഉം 88 കൂടി ആയിരിക്കും. ചിലപ്പോ ഒരുമിച്ചായിരിക്കും കോൺവെക്കേഷൻ. അവര് കുറച്ച് കുട്ടികളുള്ളൂ. ചിലപ്പോ നിങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാം. അങ്ങനെ നടത്താറുണ്ട് നമ്മള്. നവംബർ ലാസ്റ്റ് ആവോ മാം? എപ്പോഴായിരിക്കും മാം? പിജി എക്സാമോ? ആ അതെ അതെ. ഇത് കഴിഞ്ഞ ഉടനെ കാണോ? ഉടനെ ഒന്നും ആയിരിക്കില്ല. ഗ്യാപ്പ് ഉണ്ടാവിരിക്കും. 1 വീക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആയിരിക്കും. ഐഷ എന്താ പറഞ്ഞേ? അല്ല, ഞങ്ങളുടെ PG എക്സാം എപ്പോഴാ ഉണ്ടാവുക? എന്റെ ഡേറ്റ് നവംബർ 11, 10 അങ്ങനെയാണ്. അപ്പൊ എനിക്ക് വലിയ ചാലഞ്ച് ആയി പോലോ. അതിവിടെ പറഞ്ഞാൽ മതി. എങ്ങനെയാന്ന് വെച്ചാല് ഇവിടെ റിപ്പോർട്ട് ചെയ്യാം കേട്ടോ ഐഷ. ടൈമൊക്കെ വരുമ്പോ ഇങ്ങനെയാന്ന് പറയണം. കുഴപ്പമില്ല, അറ്റൻഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ പഠിത്തം അത് നടക്കും എന്നുള്ളതൊന്നും അറിയില്ല. ഇൻഷാല്ല നോക്കാം എങ്ങനെയാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. സമയമൊക്കെ കണ്ടെത്തി നിങ്ങൾ റിലാക്സ് ചെയ്ത് പഠിക്കാം. ബാക്കിയുള്ളവർക്ക് എനിക്ക് കുറച്ചു പേരെ വൈവയിൽ കാണാൻ പറ്റി. ഇന്ന് വൈവ ഉണ്ട്. ഇന്ന് ഹബീബ ഉണ്ടോ ക്ലാസ്സില്? ഉണ്ട് മാം. വൈവയ്ക്ക് കയറില്ലേ? ഹബീബല്ല മാം, ആദ്യം എടുത്തു ഹബീബ്. മാം ഫസ്റ്റ് എടുത്തില്ലേ ഹബീബ? അതാണ് ഞാൻ. 2 ഹബീബുണ്ട് ക്ലാസ്സിൽ. ഓർമ്മയുണ്ടോ? എന്താ പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു. അന്ന് ഞാൻ കയറിയില്ല. ഞാൻ കണ്ടു, റെക്കോർഡ് ക്ലാസ് കണ്ടു. ഇന്ന് മുഹബീബിൽ എനിക്ക് വൈവ സ്ലോട്ട് വന്നിട്ടുണ്ടല്ലോ. 2 ക്ലാസ്സിൽ. 2 പേരുണ്ടോ മുഹബീബ? അതെ മാം, ഞാനാണ്. അപ്പൊ ശരി. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ജോലി മാം കേറാറില്ല ക്ലാസ്സിൽ ഇപ്പൊ? കേട്ടോണ്ടിരിക്കുക. മാമിനെ ഇനിയും കാണാമല്ലോ, അതുകൊണ്ടാ മിണ്ടാതിരുന്ന. എക്സാം അറ്റൻഡ് ചെയ്യുന്നവര് അവര് പ്രതികരിക്കട്ടെ കരുതി. ഞാൻ എക്സാം കയറിയില്ലല്ലോ. ഇല്ല, ഞാൻ ഇപ്പൊ എക്സാം എഴുതുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ മാമിനോട്? ഞാൻ മോന്റെ കല്യാണം സംബന്ധിച്ച് ഇപ്പൊ ഈ മാം ഡിഫൻസ് മെക്കാനിസം പഠിപ്പിച്ചപ്പോഴൊന്നും ഞാൻ ക്ലാസ്സിൽ ഇല്ലായിരുന്നല്ലോ. അതല്ലേ ഞാൻ ഇന്നാള് പറഞ്ഞു. ഞാൻ ഒന്നും അറിഞ്ഞില്ല മാം. റെക്കോർഡ് ക്ലാസ്സും കേട്ടില്ല, ടൈം കിട്ടിയില്ലല്ലോ. ആ ടൈമിലെല്ലാം ക്ലാസ് എടുക്കുമ്പോഴെല്ലാം ഞാൻ കല്യാണം വിളിക്കാനുള്ളവരുടെ നമ്പര് എല്ലാം നോട്ട് ചെയ്യുക, അവരെ വിളിച്ചോണ്ടിരിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. അതെല്ലാം ചെയ്തല്ലേ പറ്റുമായിരുന്നു എനിക്ക്.
ശരി. ഓക്കെ, അപ്പൊ വൈവ ചെയ്തിരുന്നോ ജോലി? ഇല്ല, ഞാൻ ഇതെല്ലാം ഒന്ന് കറക്റ്റ് ആക്കി. ഇപ്പൊ ഒരു അവിയല് പോലെ കിടക്കുന്ന എല്ലാം കൂടെ എന്റെ പ്രാക്ടിക്കൽ ക്ലാസ്സും പിന്നെ അസൈൻമെന്റും മോക്ക് ടെസ്റ്റും റെക്കോർഡും എല്ലാം പതിച്ച് എല്ലാം കൂടെ അവിയൽ. അതുകൊണ്ട് ഞാൻ അതൊന്ന് ഓരോന്നും കറക്റ്റ് ചെയ്തിട്ടേ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചു. ശരി, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എപ്പോഴെങ്കിലും വെച്ച് കാണാം. എന്തായാലും മാക്സിമം എല്ലാവരും വരണം. എനിക്ക് പറയാനൊരു അവസരമില്ല. ലൊക്കേഷൻ വരാൻ പറ്റുന്നവരെത്താം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പഠിക്കാട്ടോ. ബൈ. താങ്ക് യു മാം. Thank you, ma'am.